Hello everyone, myself Sri Lakshmi Nair, Assistant Professor, Electrical and Electronics Department, SNIT Adur. Today I am going to discuss about the topic, the concept of space vector. This topic is from the Module 5 of S6 syllabus, and the course name of the subject is Electric Drives and its course code is EE308. Now let us discuss about the topic, what do you mean by space vector, the concept of space vector. Let us discuss. എന്താണ് സ്പേസ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സ്പേസ് വെക്റ്റർ അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഒരു 3 ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഒരു 3D പിക്ചറിലുള്ളതിനെയാണ് നമ്മൾ സ്പേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ 3D ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആക്ച്വലി ഒരു സ്പേസ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഫേസ് ക്വാണ്ടിറ്റിയെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സ്പേസ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് സ്പേസിലുള്ളൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു 3D ക്വാണ്ടിറ്റിയെ നമ്മുടെ ഒരു പ്ലെയിനിൽ 2D പ്ലെയിനിൽ അതിനെ അനലൈസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് സ്പേസ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സ്പേസ് വെക്റ്റർ എന്ന് പഠിക്കാം. കൺസെപ്റ്റ് ഓഫ് സ്പേസ് വെക്റ്റർ. Space vector is a transformation for analyzing 3-phase electric systems. The term space originally stands for the 2-dimensional complex plane in which the 3-phase quantities are transformed. The transformation from 3-phase to 2-phase is called space vector transformation. The 3-phase voltages, current and fluxes of AC motors can be analyzed in terms of complex space vector. നമ്മുടെ 3 ഫേസിലുള്ള ക്വാണ്ടിറ്റിയെ 2 ഫേസിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ സ്പേസ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ 3 ഫേസിലുള്ള XYZ അല്ലെങ്കിൽ RYB എന്ന് പറയുന്ന 3 ഫേസ് ആയുള്ള സിസ്റ്റത്തിനെ നമ്മൾ ഡയറക്റ്റ് ആക്സിസ് കമ്പോണൻ്റ് ആയിട്ടും ക്വാഡ്രേച്ചർ ആക്സിസ് കമ്പോണൻ്റ് ആയിട്ടും ഒക്കെ നമ്മൾ സിങ്ക്രണസ് മെഷീനകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഫേസിനെ 2 ഫേസിലേക്ക് മാറ്റുന്നതിനെയാണ് സ്പേസ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ സ്പേസ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് നമ്മുടെ 3 ഫേസ് വോൾട്ടേജിനെയും കറണ്ടിനെയും ഫ്ലെക്സിനെയും ഒക്കെ നമുക്ക് ഒരു AC മോട്ടറിൻ്റെ വോൾട്ടേജിനെയും കറണ്ടിനെയും ഫ്ലെക്സിനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോംപ്ലക്സ് സ്പേസ് വെക്റ്ററായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. വിത്ത് റിഗാർഡ് ടു കറണ്ട്, ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ കറണ്ടിനെയാണ് അനലൈസ് ചെയ്യുന്നത്. വിത്ത് റിഗാർഡ് ടു കറണ്ട്, ദ സ്പേസ് വെക്റ്റർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. ലെറ്റ് IA, IB ആൻഡ് IC ബി ദ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഫേസ്. സ്റ്റേറ്ററിൻ്റെ 3 ഫേസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്റ്റന്റേനിയസ് കറണ്ടാണ് IA, IB, IC. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കറണ്ട് വെക്റ്റർ IS എന്ന് പറയുന്നത് എന്തായിരിക്കും? IS is equal to IA plus alpha IB plus alpha square IC. അതായത് IS എന്ന് പറയുന്നത് ഈ IA എന്ന് പറയുന്നതിൻ്റെയും IBയുടെയും ICയുടെയും കൂടെയുള്ള ഒരു എന്തായിരിക്കും, സ്പേസ് വെക്റ്റർ ആയിരിക്കും. അപ്പം ആ വെക്റ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് IS is equal to IA plus alpha IB plus alpha square IC. ഇനി ആൽഫയും ആൽഫ സ്ക്വയറും എന്താണെന്നുള്ളത്, alpha is equal to 1 angle 120 degree e raised to j into 2 pi by 3. അല്ലെങ്കിൽ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 angle 240 into e raised to j 4 pi by 3. ഇത് നമ്മൾ സ്പേസ് വെക്റ്ററിനെ അനലൈസ് ചെയ്യുന്ന സമയത്താണ് ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. ഇനി എന്താണ് സ്പേസ് വെക്റ്റർ മോഡുലേഷൻ? ഇറ്റ് ഈസ് ആൻ അൽഗോരിതം ഫോർ ദ കൺട്രോൾ ഓഫ് പൾസ് വിത്ത് മോഡുലേഷൻ. പൾസ് വിത്ത് മോഡുലേഷൻ്റെ തന്നെ അല്ലെങ്കിൽ പൾസ് വിത്ത് മോഡുലേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് സ്പേസ് വെക്റ്റർ മോഡുലേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് വേവ് ഫോം, most commonly to drive 3-phase AC powered motors at varying speeds from a DC source. Consider a 3-phase inverter as shown in the figure. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു 3-phase ഇൻവെർട്ടർ ആണ്. ഇതിലേക്ക് നോക്കുക, A+, B+, C+ എന്ന് പറയുന്ന അപ്പർ സ്വിച്ചുകളും A-, B-, C- എന്ന് പറയുന്ന ലോവർ സ്വിച്ചുകളുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്ന 3-phase വോൾട്ടേജിനെയാണ് നമ്മൾ VAB, VBC, VCA എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. The output may be given to the 3-phase induction motor. ഇതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മളൊരു 3-phase induction മോട്ടറിലേക്ക് കൊടുക്കുക. The switches must be controlled so that at no time both switches in the same leg turned and causes a short circuit of the DC supply. നമ്മളിത് എങ്ങനെയാണ് സ്വിച്ചസ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെയിം ലെഗിലുള്ള സ്വിച്ചസ് ഒരു സമയം ഓൺ ആയിരിക്കാൻ പാടില്ല. അങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആയിപ്പോകും. അതായത് A+ഉം A- ഓൺ ആവാൻ പാടില്ല ഒരുമിച്ച്, B+ഉം B- ഓൺ ആവാൻ പാടില്ല, C+ഉം C- ഓൺ ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ A+ ഓൺ ആയിരിക്കുന്ന സമയത്ത് A- ഓഫ് ആയിരിക്കണം. This requirement may be met by the complementary operation of the switches within a leg. That is, if A+ is on, then A- is off and vice versa. ഇതാണ് നമ്മളിപ്പോൾ
This leads to 8 possible switching vectors for the inverter. ഇങ്ങനെ നമ്മൾ സ്വിച്ചസിനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 പോസിബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് കിട്ടും. V0 through V7 with 6 active switching vectors and 2 zero vectors. V0 മുതൽ V7 വരെ നമ്മൾ എഴുതുമ്പോൾ 2 സീറോ വെക്ടറും 6 ആക്റ്റീവ് വെക്ടേഴ്സും നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെക്ടർ എഴുതിയിട്ടുണ്ട് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ്, അതായത് സ്വിച്ച് അപ്പർ സ്വിച്ചസിൻ്റെ കൺട്രോൾ ലെവൽ എഴുതിയിട്ടുണ്ട്. ലോവർ സ്വിച്ചസ് എ മൈനസ് ബി മൈനസ് സി മൈനസിൻ്റെ കൺട്രോളിങ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. വി എ ബി വി ബി സി വി സി എ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യത്തേത് V0 എന്ന് പറയുന്ന ഉടനെ, അതായത് V0 മുതൽ V7 വരെയുള്ള 7 വെക്ടർ നമ്മൾ എഴുതണം. അപ്പോൾ V0 എന്ന് പറയുന്നത് 0 0 0 ആദ്യത്തെ പൊസിഷനാണ്. 0 0 0 എന്ന് പറയുമ്പോൾ ഒരു സ്വിച്ചും ഒന്നും എന്തല്ല ഓൺ ആയിട്ടല്ല ഇരിക്കുന്നത്. എ പ്ലസ് എന്ന് പറയുന്നത് ഓഫാണ്, ബി പ്ലസ് ഓഫാണ്, സി പ്ലസ് ഓഫാണ്. എ പ്ലസ് ഓഫ് ആകുമ്പോൾ ആര് ഓൺ ആവും? എ മൈനസ് ഓൺ ആവും. ബി പ്ലസ് ഓഫ് ആകുമ്പോൾ ബി മൈനസ് ഓൺ ആവും. സി പ്ലസ് ഓഫ് ആകുമ്പോൾ സി മൈനസ് ഓൺ ആവും. അപ്പം ലോവർ സ്വിച്ചസ് എല്ലാം ഓൺ ആണ്, അപ്പർ സ്വിച്ചസ് എല്ലാം ഓഫാണ്. വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണ്, അത് 0 ആയിരിക്കും. വി ബി സി എന്ന് പറയുന്നത് വി ബി മൈനസ് വി സി 0 ആയിരിക്കും. വി സി എ എന്ന് പറയുന്നത് വി സി മൈനസ് വി എ, അതും 0 ആയിരിക്കും. എല്ലാ ക്വാണ്ടിറ്റിയും 0 ആയതുകൊണ്ട് അതിനെ നമ്മൾ 0 വെക്ടർ എന്ന് പറയുന്നു. ഇനി അടുത്തത് V1 എന്നുള്ളതിൻ്റെ ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പം 100 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പൊസിഷൻ ഓൺ ആണ്, അപ്പോൾ എ പ്ലസ് ഓൺ ആണ്, ബാക്കി രണ്ടും ഓഫാണ്. എ മൈനസ് ഓഫാണ്, ബി മൈനസും സി മൈനസും ഓൺ ആണ്. വി എ ബി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി ആണ്, അതായത് വി എ മൈനസ് വി ബി എന്ന് പറഞ്ഞാൽ ഓൺ മൈനസ് ഓഫ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് പ്ലസ് വി ഡി സി ആണ്. വി ബി സി എന്ന് പറയുന്നത് 0 ആകും. വി സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി മൈനസ് വി എ ആണ്. വി സി എന്ന് പറയുന്ന ഓഫാണ്, വി എ എന്ന് പറഞ്ഞാൽ ഓൺ ആണ്. അപ്പോൾ ഓഫ് മൈനസ് ഓൺ എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് വി ഡി സി എന്ന് വരും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 0 സ്റ്റേജ് അല്ലാത്തതുകൊണ്ട് ഇതിനെ ഒരു ആക്റ്റീവ് വെക്ടറായിട്ട് എടുക്കാം. V2 എന്ന് പറഞ്ഞാൽ സിമിലർലി 1 1 0. എ പ്ലസും ബി പ്ലസും ഓൺ ആയിരിക്കും, സി പ്ലസ് ഓഫ് ആയിരിക്കും. എ മൈനസും ബി മൈനസും ഓഫ് ആയിരിക്കും, സി മൈനസ് ഓൺ ആയിരിക്കും. വി എ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. വി ബി സി എന്ന് പറയുന്നത് പ്ലസ് വി ഡി സി ആയിരിക്കും. വി സി എ എന്ന് പറയുന്നത് മൈനസ് വി ഡി സി ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ ആൻ ആക്റ്റീവ് വെക്ടർ. ഇനി V3 എന്ന് പറയുന്നത് 0 1 0 ആണ്. അപ്പം എ പ്ലസ് ഓഫ് ആയിരിക്കും, ബി പ്ലസ് ഓൺ ആയിരിക്കും, സി പ്ലസ് എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. ഇനി എ മൈനസ് ഓൺ ആയിരിക്കും, ബി മൈനസ് ഓഫ് ആയിരിക്കും, സി മൈനസ് ഓൺ ആയിരിക്കും. വി എ ബി എന്ന് പറഞ്ഞാൽ മൈനസ് വി ഡി സി, വി ബി സി എന്ന് പറഞ്ഞാൽ പ്ലസ് വി ഡി സി, വി സി എന്ന് പറയുന്നത് 0. ദിസ് ഈസ് ഓൾസോ ആൻ ആക്റ്റീവ് വെക്ടർ. അടുത്തത് V4 എന്ന് പറയുന്നത്, അപ്പോൾ 4th പൊസിഷനിൽ വരുമ്പോൾ 0 1 1. എ പ്ലസ് ഓഫ് ആണ്, ബാക്കി 2 സ്വിച്ചസ് ഓൺ ആണ്. എ മൈനസ് ഓൺ ആണ്, ബി മൈനസും സി മൈനസും ഓഫാണ്. വി എ ബി എന്ന് പറയുന്നത് മൈനസ് വി ഡി സി കിട്ടുന്നു. വി ബി സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. വി സി എ എന്ന് പറയുന്നത് അഗെയിൻ പ്ലസ് വി ഡി സി. ദിസ് ഈസ് ഓൾസോ ആക്റ്റീവ് വെക്ടർ. അടുത്തത് V5 എന്ന് പറയുമ്പോൾ 0 0 1 ആണ്. 0 0 1 എന്ന് പറയുമ്പോൾ എ പ്ലസും ബി പ്ലസും ഓഫാണ്, സി പ്ലസ് ആണ് ഓൺ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ മൈനസും ബി മൈനസും ഓൺ ആയിരിക്കും, സി മൈനസ് എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. നമ്മുടെ വി ബി സിയുടെ വാല്യൂ മൈനസ് വി ഡി സി ആയിരിക്കും. വി സി എ എന്ന് പറയുന്നത് പ്ലസ് വി ഡി സി ആയിരിക്കും. വി എ ബി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇതും ഒരു ആക്റ്റീവ് വെക്ടറാണ്. അടുത്തത് 6th പൊസിഷൻ എന്ന് പറയുമ്പോൾ 1 0 1. എ പ്ലസ് ഓൺ ആണ്, സി പ്ലസ് ഓൺ ആണ്, ബി പ്ലസ് എന്ന് പറയുന്നത് ഓഫാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കേസിൽ വരുന്നത് എ മൈനസും സി മൈനസും ഓഫ് ആയിരിക്കും, ബി മൈനസ് എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും. വി എ ബി എന്ന് പറയുന്നത് പ്ലസ് വി ഡി സി, വി ബി സി എന്ന് പറയുന്നത് മൈനസ് വി ഡി സി. അത് ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് വി ഡി സി മൈനസ് വി ഡി സി കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. വി സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ ആക്റ്റീവ് വെക്ടർ. അടുത്തത് 7th പൊസിഷൻ എല്ലാം ഓൺ, 1 1 1. എ പ്ലസും ബി പ്ലസും സി പ്ലസും ഓൺ ആണ്. അപ്പം എ മൈനസ് ബി മൈനസ് സി മൈനസ് എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. വി എ മൈനസ് വി ബി ചെയ്യുമ്പം എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഓൺ മൈനസ് ഓൺ ആണ്. അപ്പം രണ്ടും എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പം എ ബി 0 ആയിരിക്കും, ബി സി 0 ആയിരിക്കും, വി സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം V0 എന്ന് പറയുന്ന ഫസ്റ്റ് വെക്ടറും V7 എന്ന് പറയുന്ന ലാസ്റ്റ് വെക്ടറും ഒന്നാമത്തെ പൊസിഷനും 7ാമത്തെ പൊസിഷനും എന്തായിരിക്കും? 0 വെക്ടർ ആയിരിക്കും. ബാക്കിയുള്ള ഇടയ്ക്കുള്ള എല്ലാം എന്തായിരിക്കും? ഇടയ്ക്കുള്ള പൊസിഷൻസ് എല്ലാം 0th വെക്ടറും 7th വെക്ടറും ആയിരിക്കും 0 വെക്ടർ എന്ന് പറയുന്നത്. 1 മുതൽ 6 വരെയുള്ളതെല്ലാം നമ്മുടെ ആക്റ്റീവ് വെക്ടേഴ്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ഡയഗ്രാം ആണ്, സ്പേസ് വെക്ടറിൻ്റെ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തിൽ
V0 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷൻ, അത് 0 0 0. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 വരച്ചു, അത് 1 0 0. V2 എന്ന് പറയുന്ന 1 1 0. V3 എന്ന് പറയുന്ന 0 1 0. V4 0 1 1. V5 0 0 1. V6 1 0 1. V7 എന്ന് പറയുന്നത് ഓൾറെഡി എന്ത് തന്നെയാണ്, 0 വെക്ടറാണ്. അതുകൊണ്ട് തന്നെ V0ന്റെ കൂടെ തന്നെ V7ഉം റെപ്രസെന്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത്. അതായത് 0 1 2 3 4 5 6. എഗെയിൻ നമ്മൾ 7ഉം 0യിൽ തന്നെ കൊടുത്തു, അത് രണ്ടും 0 വെക്ടേഴ്സാണ്. ഇനി നമ്മൾ V റെഫറൻസ് കണ്ടുപിടിക്കും. V റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, to implement the space vector modulation, a reference signal V reference may be generated. ഈ V reference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is synthesized using a combination of two adjacent active switching vectors. ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് എടുക്കുക. നമുക്കറിയാം V1ഉം V2 ആക്റ്റീവ് ആണ്, അതുപോലെ V2 V3 ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ഉള്ള ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ എടുക്കുക. V1ഉം V2 എടുത്തു. ആൻഡ് വൺ ഓർ ബോത്ത് ഓഫ് ദ 0 വെക്ടേഴ്സ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നോ അതോ അതിലധികമോ, അതായത് V0 എന്ന് പറയുന്നതിനെ V7നെയോ 0 വെക്ടേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ 0 വെക്ടറും 1ഉം 2ഉം അത്രയുമുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള, അതായത് V1 എന്ന് പറയുന്നതിനും V2 എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ V0 എന്ന് പറയുന്നതിനെയും കൂടി സിന്തസൈസ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന കോമ്പിനേഷനെയാണ് നമ്മൾ V റെഫറൻസ് എന്ന് പറയുന്നത്. ദ റെഫറൻസ് വെക്ടർ ഇസ് ദെൻ സിന്തസൈസ്ഡ് യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് two adjacent active switching vectors and one or both of the 0 vectors. അങ്ങനെയാണ് നമുക്കിവിടെ V റെഫറൻസ് കിട്ടിയിരിക്കുന്നത്. എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. V3ഉം V4ഉം വേണമെങ്കിൽ നമുക്ക് എടുക്കാം, V4ഉം V5ഉം എടുക്കാം, V5ഉം V6ഉം എടുക്കാം. അതെല്ലാം എന്താണ്, ആക്റ്റീവ് വെക്ടേഴ്സ് തന്നെയാണ്. 0 വെക്ടർ എന്ന് പറയുന്നത് V0 0യും V7 എന്ന് പറയുന്ന 1 1 1 1 1 1 എന്ന് പറയുന്ന പൊസിഷനും 0 0 0 എന്ന് പറയുന്ന പൊസിഷനുമാണ് 0 വെക്ടേഴ്സ്. ബാക്കിയെല്ലാം എന്താണ്, ആക്റ്റീവ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വെക്ടർ, സ്പേസ് വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹെക്സഗൺ വരച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരുന്നത്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 6 സൈഡുള്ള ഒരു പോളിഗണിനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഒരു ഹെക്സഗൺ വരച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 ആക്റ്റീവ് വെക്ടേഴ്സും വരും. ആ നടുക്കുള്ള പോയിന്റിനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാൻ പറ്റും, 0 വെക്ടറായിട്ട് രണ്ടെണ്ണത്തിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹാർമോണിക്സ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്. തേർഡ് വൺ, സ്വിച്ചിങ് ലോസസ് ആർ ഡിക്രീസസ്. സ്വിച്ചിങ് ലോസിനെയും ഹാർമോണിക്സിനെയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് കൺട്രോൾ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയുടെ സ്മൂത്ത് കൺട്രോൾ ഓഫ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് വെക്ടർ യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ഒരു സ്പേസ് വെക്ടർ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ, ശരിക്കും പൾസ് വെക്ടർ മോഡുലേഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അൽഗോരിതമാണ് സ്പേസ് വെക്ടർ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ. സ്പേസ് വെക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫേസ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ 2 ഫേസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് സ്പേസ് വെക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. 3D ആയിട്ട് ഉള്ളതിനെ നമ്മൾ 2Dയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇൻവേർട്ടറിനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പർ സ്വിച്ചസ് എന്ന് പറയുന്നത് A+, B+, C+ എന്ന് എടുത്തിരിക്കുന്നു. ലോവർ സ്വിച്ചസ് എന്ന് പറയുന്നത് A-, B-, C- എന്ന് എടുത്തിരിക്കുന്നു. ഇതിനകത്തിൽ നമ്മുടെ അപ്പർ സ്വിച്ചസും ലോവർ സ്വിച്ചസും, അതായത് സെയിം ലെങ്കിലുള്ള അപ്പർ സ്വിച്ചും ലോവർ സ്വിച്ചും ഒരുമിച്ച് ഓൺ ആവത്തില്ല. ഓൺ ആയാൽ ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പം A+ ഓൺ ആകുമ്പോൾ A- ഓഫ് ആയിരിക്കും. ഇനി നമ്മളതിനെ വെക്ടർ, അതായത് സ്പേസ് വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ 0 1 2 3 4 5 6 7 അങ്ങനെ 8 എണ്ണമായിട്ട് 8 കോൺഫിഗറേഷൻസ് ആയിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. അങ്ങനെ 8 കോൺഫിഗറേഷൻസ് കൊടുക്കുമ്പോൾ 0th 7th എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 വെക്ടേഴ്സ് ആയിരിക്കും. ബാക്കിയെല്ലാം ആക്റ്റീവ് വെക്ടേഴ്സ് ആയിരിക്കും. എങ്ങനെയാണ് 0 വെക്ടറും ആക്റ്റീവ് വെക്ടറും കിട്ടിയെന്നുള്ളത് ആ ഒരു കോൺഫിഗറേഷനിൽ നിന്ന് മനസ്സിലാവും. 0 വെക്ടർ കിട്ടിയത് എങ്ങനെയാണ്, എല്ലാ പൊസിഷനും, അതായത് അപ്പർ സ്വിച്ചസ് എല്ലാം ഓഫാണ്, ലോവർ എല്ലാം ഓൺ ആണ്. അപ്പർ സ്വിച്ചസിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജിൻ്റെ VAB, VBC, VCA കണ്ടുപിടിക്കുന്നത്. അതെല്ലാം 0 ആയി പോകുന്നു. ഏതെങ്കിലും ഒരു ഫേസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ആക്റ്റീവ് വെക്ടർ ആവത്തുള്ളൂ. ഫേസ് വോൾട്ടേജിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതെന്തായിട്ട് പോകുന്നു, 0 വെക്ടറായിട്ട് പോകുന്നു. ഇനി V റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, ഈ നമ്മുടെ സ്പേസ് വെക്ടറിൻ്റെ ഒരു ഹെക്സഗൺ വരച്ചു കഴിയുമ്പോൾ ആ കോൺഫിഗറേഷനിൽ 2 ആക്റ്റീവ് വെക്ടറിനും ഒന്നോ അതിലധികമോ 0 വെക്ടറിൻ്റെയും കൂടെ ഈ 3 എണ്ണത്തിനെയും കൂടെ സിന്തസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു V റെഫറൻസ് എന്ന് പറയുന്ന റെഫറൻസ് വാല്യൂ. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിക്സും സ്വിച്ചിങ് ലോസസും ഡിക്രീസ് ചെയ്യാൻ പറ്റും. സ്മൂത്ത് കൺട്രോൾ ഉണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനും ഫ്രീക്വൻസിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ സ്പേസ് വെക്ടറിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്പേസ് വെക്ടർ മോഡുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.